കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ എന്റെ തൊപ്പി, അയ്യോ എന്റെ തൊപ്പി, അയ്യോ എന്റെ തൊപ്പി, അയ്യോ എന്റെ തൊപ്പി, അയ്യോ. എല്ലാം പോയല്ലോ. എടുക്കല്ലേ പ്ലീസ്. ഇത് വെച്ച് കളിക്കാം. ഓഹൈ ഓഹൈ. പച്ചപ്പട്ടുടുത്ത ഒരു കാടിനരികിലായി സന്തോഷം നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. പക്ഷികളുടെ പാട്ടും കുട്ടികളുടെ കളിയും ചിരിയുമായി സമാധാനമായി മുന്നോട്ടു പോവുകയായിരുന്നു അവിടെ ജീവിതം. അമ്മ എന്നെ പിടിക്കുവാ. മക്കളെ സൂക്ഷിച്ചോടണം, വീണു പരിക്ക് പറ്റരുത് കേട്ടോ. നമ്മുടെ ഗ്രാമം എത്ര ശാന്തമാണ്. ഈ സമാധാനം എന്നും നിലനിൽക്കട്ടെ. എന്നാൽ ഗ്രാമത്തിനു തൊട്ടടുത്തുള്ള കാട്ടിൽ കുസൃതികളായ ഒരു കൂട്ടം കുട്ടിക്കുരങ്ങന്മാർ താമസിച്ചിരുന്നു. അവരുടെ നേതാവായിരുന്നു ക്യാപ്റ്റൻ ചിക്കു. ഹേ ബോയ്സ്, മരത്തിൽ ചാടിക്കളിച്ചും പഴങ്ങൾ കഴിച്ചും നിങ്ങൾക്ക് മടുത്തോ? ഇല്ല ക്യാപ്റ്റൻ, എങ്കിലും പുതിയ വിനോദം എന്തെങ്കിലും വേണം. എങ്കിൽ നമുക്ക് ഗ്രാമത്തിലെ മനുഷ്യരെ പോയി ഒന്ന് പേടിപ്പിച്ചാലോ? അതെ അതെ, നമുക്ക് അവരുടെ പലഹാരങ്ങളെല്ലാം മോഷ്ടിക്കാം. മരത്തിന് മുകളിൽ ഇരുന്ന് അവരുടെ നേരെ സാധനങ്ങൾ എടുത്തെറിയാം. ഇതാണ് ക്യാപ്റ്റൻ ചിക്കു ആൻഡ് ബോയ്സ്. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ പണി തുടങ്ങിയേക്കാം. ഗെറ്റ് റെഡി ബോയ്സ്. ഒരു ദിവസം രാവിലെ ഒരു പാവപ്പെട്ട പഴക്കച്ചവടക്കാരി കുട്ട നിറയെ പഴങ്ങളുമായി കാട്ടുപാതയിലൂടെ നടന്നു പോവുകയായിരുന്നു. ഈ പഴങ്ങളെല്ലാം അടുത്തുള്ള ഗ്രാമത്തിൽ കൊണ്ട് വിറ്റാലേ എന്റെ കുട്ടികൾക്ക് ഇന്ന് ഭക്ഷണം വാങ്ങാൻ കഴിയൂ. അയ്യടാ, പഴം! അയ്യോ എടുക്കല്ലേ പ്ലീസ്. കുരങ്ങന്മാരെല്ലാരും മരത്തിൽ നിന്ന് ചാടിയിറങ്ങി അവരുടെ പഴങ്ങളെല്ലാം തട്ടിയെടുത്തു. ഇതെന്റെ ഏക വരുമാനമാ. എന്റെ മക്കൾ വിശന്നിരിക്കുക. നിങ്ങൾ ഈ കരച്ചില് കണ്ടോ? ഇതാണ് മങ്കി ഗ്യാങ്. അവിടെ ഇരുന്ന് കരയട്ടെ. കമോൺ ബോയ്സ്. പഴങ്ങളെല്ലാം കൈക്കലാക്കി കുരങ്ങന്മാർ അവിടെ നിന്നും ഓടിപ്പോയി. ഒഴിഞ്ഞ കുട്ടയുമായി പാവ അമ്മ ദുഃഖത്തോടെ തിരിച്ചു ഗ്രാമത്തിലേക്ക് നടന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു തൊപ്പിക്കച്ചവടക്കാരൻ ആ വഴി വന്നു. ചുവപ്പും പച്ചയും മഞ്ഞയും നിറത്തിലുള്ള അതിമനോഹരമായ തൊപ്പികൾ അയാളുടെ കുട്ടയിൽ അടുക്കി വെച്ചിരുന്നു. നടന്ന് നടന്ന് ക്ഷീണിച്ചു. കുറച്ച് വിശ്രമിച്ചിട്ടാകാം ഇനി യാത്ര. ക്ഷീണിച്ച അയാൾ ആ വലിയ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഇളം കാറ്റുകൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയി. ആ സമയം മരത്തിന് മുകളിൽ നിന്ന് കുസൃതിക്കൂട്ടങ്ങൾ താഴെ ഇറങ്ങി. അയ്യടാ മണ്ടൻ, ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഫ്രണ്ട്സ്, നിറയെ തൊപ്പികൾ. എനിക്ക് നീല തൊപ്പി ഇഷ്ടപ്പെട്ടു. കുരങ്ങന്മാർ ഓരോരുത്തരായി തൊപ്പികളെടുത്ത് തലയിൽ വെച്ച് തുള്ളിക്കളിക്കാൻ തുടങ്ങി. എന്റെ തൊപ്പികൾ, എന്റെ തൊപ്പികൾ, എന്റെ തൊപ്പികൾ, എന്റെ തൊപ്പികൾ. ഓ, ഇവരെന്നെ അനുകരിക്കുവാണല്ലേ. എന്നാൽ ഒരു സൂത്രം പ്രയോഗിക്കാം. തൊപ്പിക്കാരൻ ഉടനെ തന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി താഴേക്ക് വലിച്ചെറിഞ്ഞു. മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ എല്ലാ കുരങ്ങന്മാരും അത് അനുകരിച്ച് തങ്ങളുടെ തലയിലുള്ള തൊപ്പികൾ താഴേക്ക് വലിച്ചെറിഞ്ഞു. നന്ദി കുരങ്ങന്മാരെ. എല്ലാ തൊപ്പികളും പറക്കിയെടുത്ത് കുട്ടയിലാക്കി തൊപ്പിക്കാരൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവൻ നമ്മളെ പറ്റിച്ചു കടന്നു കളഞ്ഞല്ലോ. സാരമില്ല, അവനെ പിന്നെ കണ്ടോളാം. ആശങ്കാകുലരായ ഗ്രാമവാസികൾ അന്ന് വൈകുന്നേരം ഒരു വലിയ മരച്ചുവട്ടിൽ ഒത്തുകൂടി. കുരങ്ങന്മാരുടെ ശല്യമായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. അവരോരോരുത്തരും അവരവരുടെ ആശങ്കകൾ പങ്കുവച്ചു. ആ കുരങ്ങന്മാർ എന്റെ വീട്ടിലെ സാധനങ്ങളും മോഷ്ടിച്ചു. കുട്ടികൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പോലും പേടിയായിപ്പോ. ഇവന്മാരുടെ ശല്യം അവസാനിപ്പിച്ച് ഈ ഗ്രാമത്തെ ആര് രക്ഷിക്കും? ഗ്രാമവാസികൾ പരസ്പരം നോക്കി. അപ്പോഴാണ്
പിന്നെയാണ് ശാന്തമായ ഒരു ശബ്ദം അവർക്കിടയിൽ നിന്ന് കേട്ടത്. അത് ആ ഗ്രാമത്തിലെ ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരൻ്റെതായിരുന്നു. പേര് രാമു. നിങ്ങൾ വിഷമിക്കണ്ട, ഈ പ്രശ്നം ഞാൻ പരിഹരിക്കാം. നീ ഒറ്റയ്ക്കാ? അതെ, ബുദ്ധി കൊണ്ട് നമുക്ക് അവരെ തോൽപ്പിക്കാം. രാമു, നീ വളരെയധികം ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കാം അമ്മേ. തൊട്ടടുത്ത ദിവസം തന്നെ രാമു ഒരു പടക്ക കച്ചവടക്കാരനായി വേഷം മാറി കാട്ടിലെത്തി. പടക്കം നിറച്ച കുട്ടയുമായി രാമു മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങുന്നതായി അഭിനയിച്ചു. ഇതെന്തോന്ന് സാധനം? ഇങ്ങനെയൊന്നും നമ്മൾ മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ. ഇത് വെച്ച് കളിക്കാൻ നല്ല രസമായിരിക്കും. കുരങ്ങന്മാർ കൂട്ടത്തോടെ താഴെ ഇറങ്ങി വന്ന് കുട്ടയിലുള്ള പടക്കങ്ങൾ എടുത്ത് കളിക്കാൻ തുടങ്ങി. എന്റെ പടക്കങ്ങൾ, എന്റെ പടക്കങ്ങൾ. ഈ മനുഷ്യന്മാരെ കൊണ്ട് തോറ്റ്. ഈ അനുകരണങ്ങളെല്ലാം ക്ഷമയോടെ കണ്ടുനിന്ന രാമു പടക്കം കയ്യിലെടുത്തു. ഇത് കത്തിക്കുന്നത് പോലെ ഇവന്മാരെ ഒന്ന് കാണിക്കാം. രാമു കയ്യിലിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് പടക്കം കത്തിക്കുന്നതായി കാണിച്ച് കുരങ്ങന്മാർക്ക് നേരെ നീട്ടി. അവൻ എന്താ ചെയ്യുന്നേ? നമുക്കും അങ്ങനെ ചെയ്താലോ? തീർച്ചയായും, അതിനെന്താ സംശയം? നമ്മളും അനുകരിക്കണം, നമുക്കും കത്തിക്കാം. രാമു ചെയ്തതുപോലെ തന്നെ കുരങ്ങന്മാരെല്ലാരും പടക്കത്തിന് തീ കൊളുത്തി. പെട്ടെന്ന് പടക്കങ്ങൾ ഓരോന്നായി പൊട്ടാൻ തുടങ്ങി. അയ്യോ അമ്മേ, എന്റെ കൈ പൊള്ളുന്നേ. എല്ലാം എറിഞ്ഞിട്ട് ഓടടാ, കാടിനുള്ളിലേക്ക് ഓടി തള്ളിക്കോ, ഓട്. പേടിച്ചുപോയ ചിക്കുവും കൂട്ടരും ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോയി. അങ്ങനെ കാട് ശാന്തമായി. പിന്നെ ഒരിക്കലും അവർ തിരിച്ചു വന്നിട്ടേയില്ല. ഗ്രാമം പിന്നെയും പഴയതുപോലെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായി. കുരങ്ങന്മാരുടെ ശല്യം തീർന്നു. ഇനി എനിക്ക് പേടിക്കാതെ പഴങ്ങൾ വിൽക്കാം. നന്ദി രാമു. നമ്മുടെ ബുദ്ധി മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, സംരക്ഷിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. സ്നേഹവും ബുദ്ധിയുമാണ് എപ്പോഴും വിജയിക്കുക. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നോ? അന്ധമായി മറ്റുള്ളവരെ അനുകരിക്കുന്നത് അപകടമാണ്. ചിന്തിച്ചു പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.